നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെല്ലാം തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി വിവിധ സംഘടനകളുടെയും PTA, MTA, SMC, അതുപോലെ തന്നെ അധ്യാപകർ, വിവിധ കൂട്ടായ്മകൾ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ യുവജന പ്രതിനിധികൾ എല്ലാവരുടെയും സഹകരണത്തോടെ വിദ്യാലയങ്ങളെ ഒരുക്കിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലാണ് സ്കൂളുകളിലെ അധികൃതരുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ്. ഇവിടെയും അത്തരത്തിൽ ഒരു പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. GSS ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ച ഒരു മെഗാ ക്ലീനിങ് മാത്രവുമല്ല, ശുചിത്വം ഒരു വലിയ വിഷയമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൻ്റെ ജൂൺ 2 സ്കൂൾ തുറക്കുമ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയാസവും പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് PTA ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു വലിയ മെഗാ ക്ലീനിങ് നടക്കുന്നത്. രാവിലെ 8 മണി മുതൽ വളരെ കൃത്യമായി സമയബന്ധിതമായി അച്ചടക്കത്തോടു കൂടി നമ്മുടെ ICC പ്രവർത്തകരും സൺറൈസിൻ്റെ പ്രവർത്തകരൊക്കെ അധ്യാപകരും അതുപോലെ SPC, NSS പോലുള്ള യൂണിറ്റുകളും 2 സ്കൂളുകളിലുമായി, ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളുകളിലും വളരെ നല്ല രീതിയിൽ ക്ലീനിങ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലക്ക് വലിയ ഒരു ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമാണ്. ഒരു ശ്രമകരമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ICC പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ സൺറൈസ് പ്രവർത്തകരുമാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. പ്രത്യേകം അവരൊക്കെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ PTA, MTA ഭാരവാഹികളുണ്ട്, അതുപോലെ തന്നെ SPCയുടെയും NSSന്റെയും വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ 100-ഓളം ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ് റൂമുകളും വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 100-100ഓളം ബാത്റൂമുകൾ അത് ക്ലീൻ ചെയ്യൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രീൻ ക്യാമ്പസ് എന്ന മോട്ടോവുമായിട്ട് NSSലെ വിദ്യാർത്ഥികളെ നമ്മുടെ സ്കൂൾ ക്യാമ്പസ് എന്ന് വൃത്തിയാക്കുകയാണ്. നമ്മുടെ സ്കൂൾ ക്യാമ്പസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ഏരിയയുള്ളൂ വൃത്തിയാക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾ വളരെ സജീവമായിട്ട് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നതാണ്. അപ്പോൾ NSSലെ കുട്ടികൾ ഇന്നത്തെ ദിവസം നമ്മുടെ സ്കൂളിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കും. ഞാൻ സൺറൈസ് നേഴ്സിൻ്റെ ഞങ്ങളെ ക്ലബിൻ്റെ ഒരു മെമ്പറാണ്. ഞങ്ങൾ ഈ ഗ്രൗണ്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളാണ് ഈ ഗ്രൗണ്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടും പരിസരം സ്കൂൾ ബസ്സൊക്കെ വൃത്തിയാക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ ഗ്രൗണ്ട് എന്നും ക്ലീൻ ചെയ്യേണ്ട, ഗ്രൗണ്ടും പരിസരം നന്നായി വൃത്തിയാക്കേണ്ട. ഗ്രൗണ്ടിൽ ഒരു കറണ്ട് പോലും കാണില്ല. കാരണം അത് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. നമ്മൾ കറണ്ട് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും ഇത് കറക്റ്റായിട്ട് പരിപാലിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളെ ഈ പരിസരത്ത് ഇവിടെ ആകെയുള്ളൊരു ഗവൺമെൻറ് സ്കൂളാണ്. ഈ സ്കൂള് പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് ഇവിടെ നാട്ടുകാരുടെയും മറ്റുള്ള അത്യാവശ്യമാണ്. ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ടീച്ചേഴ്സ്, കുട്ടികൾ, എല്ലാ ആൾക്കാരും ഉത്തരവാദിത്തമാണ് ഈ സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നത്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർക്കാർ സ്ഥാപനമായിട്ട് കാര്യമില്ല. ഈ സർക്കാർ സ്ഥാപനം ആയതുകൊണ്ട് സംരക്ഷിക്കാനല്ല, സർക്കാർ സ്ഥാപനം നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് ക്ലാസ് മുറികളുടെ അപര്യാപ്തത കാരണം ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പഠിച്ചിരുന്ന ഈ വിദ്യാലയം ഇന്ന് മികവിൽ നിന്ന് മികവിലേക്ക് ഉയരുകയും ഇന്ന് 100-ൽ പരം ക്ലാസ്സുകളിലായി 3000-ലധികം വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിക്കുകയാണ്. സ്കൂളിന്റെ 50-ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ മികവിൽ നിന്ന് മികവിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം. ഇതിൽ നിന്ന് കൂടുതൽ മികവിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഇതിന്റെ പിന്നണി പ്രവർത്തകരും. അതിനായി വിദ്യാർത്ഥികളെ ആകർഷിക്കാനും വിദ്യാർത്ഥികളുടെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇവിടെ പുരോഗമിക്കുന്നത്. അതിന്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനും മനു നിലമ്പൂരിനും മാധ്യമപ്രവർത്തന വിദ്യാർത്ഥി നിതാഷറിനുമൊപ്പം മുഹമ്മദ് മൻസൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.